ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞങ്ങളൊരു 3-4 ദിവസം ഞങ്ങൾ പുനലൂർ ഞങ്ങളുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. 3 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വിശ്വകർമ്മ ക്ഷേത്രത്തിലുമായിട്ട് 2 അമ്പലത്തിലെയും സെയിം ഒരേ ഡേറ്റിലാണ് ഉത്സവം വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം വിശ്വകർമ്മ അമ്പലത്തിൻ്റെ അതായത് സെയിം ആണ്, 1, 2, 3 തീയതികളിലാണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം രണ്ടിടത്തും കോമൺ ആയിട്ട് ഉത്സവമുണ്ട്. പിന്നെ 3-ാം തീയതി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. 3-ാം തീയതിയാണ് തീരുന്നത്. മറ്റേ വിശ്വകർമ്മ ക്ഷേത്രത്തിലാണെങ്കിൽ 2-ാം തീയതി തീരും. അപ്പോൾ ഒരിടത്ത് 2 ദിവസത്തതും ഒരിടത്ത് 3 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടോ, കുട്ടികളുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. പിന്നെ പിറ്റേന്ന് രാവിലത്തെ വീഡിയോയാണ് കേട്ടോ ഇത്. പിറ്റേന്ന് രാവിലെ എണീച്ചു. അപ്പോൾ ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്രതത്തിലാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. രാവിലെ എന്ന് വെച്ചാൽ കുറച്ച് സമയമായി. കുളിച്ചു. പിന്നെ നമ്മുടെ സ്കിൻ കെയർ കുളിച്ച് കഴിഞ്ഞിട്ട് സ്കിൻ കെയറൊക്കെ ഒന്ന് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ വലുതായിട്ടൊന്നും ഇല്ല, ചെറിയ രീതിക്ക് ക്രീമൊക്കെ മോയ്സ്ചറൈസിങ്ങും ക്രീമും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒരു പൊട്ടൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇനി താഴേക്ക് പോകണം. മക്കളാരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിനി താഴോട്ട് പോവാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാട്ടും അതുപോലെ തന്നെ വായനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല സൗണ്ടാണ്. ഭയങ്കര ഈ ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി താഴോട്ട് പോകണം. പിന്നെ നമ്മൾ ഉത്സവത്തിന് ഫുള്ള് നമ്മളിതുപോലെ നോൺ വെജ് ഒന്നും വാങ്ങിക്കില്ല വീട്ടിൽ. അപ്പോൾ എല്ലായിടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നോൺ വെജ് ഒന്നും വാങ്ങിക്കില്ല, വ്രതവും കൂടെ അല്ലേ. പിന്നെ നമ്മൾ എല്ലാം വെജ് ആയിരിക്കും. നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ്. പക്ഷേ ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റുമല്ലോ, നമുക്ക് ആ ഒരു തിരക്കും ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വീഡിയോസ് എടുക്കാനൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് പറ്റുന്നിടത്തോളം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എൻ്റെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നു വീട്ടിലല്ല താഴെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ചേച്ചി രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി രാവിലെ എഴുന്നേറ്റ് കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ജോലികളൊക്കെ തീർക്കാം. പിന്നെ ബാക്കി നമുക്ക് പൊങ്കാലയ്ക്കുള്ള വിറകും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വയലിൽ നിന്ന് പോയി ചൂട്ടും കൊതുമ്പും വിറകും ഒക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ജോലികളൊക്കെ നേരത്തെ തീർത്ത് വെക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി അരിയൊക്കെ കഴുകി അടുപ്പിലിടുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള അമരയ്ക്കാണ് കേട്ടത്. അപ്പോൾ ഒരുപാട് അമരയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മെഴുക്കുവരട്ടി പോലെ വെക്കാമെന്ന് വെച്ചിട്ട് അതെല്ലാം കൂടെ എടുത്തിട്ട് അരിയുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ നാളെ വരും. പിന്നെ മറ്റന്നാളാണ് പറഞ്ഞത്, 3-ാമത്തെ ദിവസമാണ് പൊങ്കാല. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞങ്ങൾക്ക് രാവിലെ 7:30ക്കാണ് പൊങ്കാലയുടെ സമയം. അപ്പോൾ അതുകൊണ്ട് നാളെ വൈകുന്നേരം അമ്മ വരും. അമ്മ വന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അമരക്കയൊക്കെ അരിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ വെളിയിൽ നമ്മൾ കലത്തിൽ അരിയൊക്കെ അടപ്പിട്ടു. പിന്നെ രാത്രിയിൽ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചമ്മന്തി അരയ്ക്കാന്ന് വെച്ചാൽ സാമ്പാർ കുക്കറിൽ അടുപ്പിൽ ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ അരച്ചു. പിന്നെ കടുക് വറുത്ത് ചമ്മന്തിയൊക്കെ റെഡിയാക്കി. അപ്പോൾ നമുക്ക് 3 അടുപ്പുള്ള ഇതായതുകൊണ്ട് തന്നെ, ഗ്യാസ് സ്റ്റവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറികളും കാര്യങ്ങളൊക്കെ റെഡിയാവും കേട്ടോ. അപ്പം ഒരേ സമയത്ത് തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലത്തെ കാപ്പിയും പിന്നെ ഉച്ചക്കത്തെ ചോറും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ വിറകൊക്കെ എടുക്കാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വിറകെല്ലാം എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് കയറാൻ നേരത്ത് അമ്മ ഇതുപോലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഓസ് ഇട്ട് ഇതുപോലെ വെള്ളം എടുക്കുകയാണ്. അപ്പോൾ ഓസിൽ ഇങ്ങനെ വെള്ളം എടുക്കുന്ന കണ്ടപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇതാട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ നനയണം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ നേരത്തെയും നമ്മളിതുപോലെ ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ പിള്ളേർ ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ദേഹത്തോട് ഇങ്ങനെ ഒഴിച്ച് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരല്ലേ മാറുന്നില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡാൻസൊക്കെ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അമ്പലത്തിലെ പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ നമുക്കതിന് പാട്ടൊക്കെ കോപ്പിറൈറ്റ് വീഴുമെന്ന് വെച്ചിട്ട് ഞാൻ പാട്ടെല്ലാം മ്യൂട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കണ്ട് ഭയങ്കര കളിയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിനകത്തേക്ക് കയറി. ഇത് ഞങ്ങളുടെ നമ്മുടെ വയലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അമ്മ കറിവേപ്പിലയും അങ്ങനെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് അതിനെല്ലാം കുറേശ്ശെ വെള്ളം ഒഴിച്ചു. പിന്നെന്താ, കുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളപ്പോൾ ഭയങ്കര രസമല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളൊരു വിശേഷ ദിവസങ്ങൾ എല്ലാവരും കൂടെ ഒത്ത് കൂടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിനകത്തേക്ക് കയറിയിട്ട് പിന്നെയും കുട്ടികളിങ്ങനെ കളിക്കണം എന്നും പറഞ്ഞിട്ട് പിന്നെ ചേച്ചിയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അന്നത്തേക്ക് ഒരു ഡ്രസ്സൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെന്താ, അങ്ങനെ നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ വെള്ളം അടിക്കുമ്പോൾ അതിലേക്ക് നല്ല മഴവില്ല് കാണാം കേട്ടോ. നന്നായിട്ട് മഴവില്ല് കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അല്ലാണ്ട് നല്ലതായിട്ട് മഴവില്ല് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴെല്ലാം അമ്പലത്തിൽ പാട്ടിട്ടേക്കാണ് കേട്ടോ, നല്ല സിനിമാ പാട്ട്. ഇപ്പം വായനയൊക്കെ ഉച്ച സമയമാണ്, അപ്പോൾ വായനയൊക്കെ നിർത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ടേക്കുന്ന സമയമാണ്. അങ്ങനെ അതുകൊണ്ട് പിള്ളേർ ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലച്ചു ഇതാണ്ട് ഫുള്ള് നനഞ്ഞ്, അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ, കാരണം നേരത്തെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ വെള്ളത്തിലൊന്നും അങ്ങനെ ഇങ്ങനെ നിർത്തുകയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം പുള്ളിക്കാരി ഭയങ്കര ഇതിലാണ്. അപ്പോൾ അവൾ നന്നായിട്ട് നനഞ്ഞ്, അവളാണ് മെയിനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അവളോട് കയറാൻ പറഞ്ഞാൽ ഒരു തരത്തിൽ അവൾ കയറില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങളെന്താ പിന്നെ ഞങ്ങൾ കുറേ നേരം വൈകുന്നേരം വരെ ഞങ്ങൾ താഴെ ആയിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോകണം. സൂര്യപ്രകാശം അടിക്കാൻ മഴവില്ല ഉണ്ടാണ്. കണ്ട മോഹൊക്കെ എടുത്തോട്ട് വെക്കോ. പുറമൊന്നും പോവല്ലേ ചേച്ചി. അപ്പോൾ എല്ലായിടവും ഉത്സവ സീസണൊക്കെ തുടങ്ങി കാണല്ലേ. അപ്പം ഈ ഒരു 3-4 മാസത്തേക്ക് ഉത്സവവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെന്താ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്സവം പെട്ടെന്ന് കഴിഞ്ഞൊരു ഫീലാണ് കേട്ടോ. 3 ദിവസം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തീർന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ എല്ലാവരൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു ഹാപ്പി, ആ ഒരു സന്തോഷമല്ലേ. പിന്നെ ഭയങ്കര പരിപാടികളായിരുന്നു കേട്ടോ. നമുക്ക് അമ്പലത്തിലേക്ക് ഗാനമേളയും കാര്യങ്ങളും ഡാൻസും തിരുവാതിരയും കൈകൊട്ടിക്കളിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 3 ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ 3 ദിവസവും അമ്പലത്തിൽ രാവിലെ വൈകിട്ട് രാവിലെ പോയില്ല, അത് വൈകുന്നേരം പോയി തൊഴുതിട്ട് പ്രോഗ്രാമൊക്കെ കാണാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 3 ദിവസം ഞങ്ങൾ ഏകദേശം വന്നത് 12:30, 1 മണി, 1:30 മണി ഒക്കെ സമയത്താണ്. രാത്രിയിൽ കുട്ടികളും ഒക്കെ ആയിട്ടിരുന്ന് ഞങ്ങൾ പ്രോഗ്രാം എല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റിയില്ല.
കാരണം ഒന്നാമത് ലച്ചും ഒക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഫുൾ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. രാവിലത്തെ പൊങ്കാലയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇടുന്നില്ല, കാരണം ഒരുപാട് ലെങ്തായി പോകുമല്ലോ. അപ്പോൾ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം വീഡിയോയിൽ ഇടാം. അപ്പോൾ പിന്നെ ദാണ്ടത് മൊത്തം കുട്ടികളുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലച്ചു ഭയങ്കര ഓട്ടമാണ്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു നമുക്ക് പനിയാവോ എന്ന്. പക്ഷേ ഭാഗ്യത്തിന് പനിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പനികളും ഒക്കെ പനിയും കാര്യങ്ങളൊക്കെ അവരൊരു എന്താ പറയുക, അവരെല്ലാത്തിലും കളിക്കുക എടുക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരിക്ക്. പിന്നെ കുട്ടികളെല്ലാം എൻജോയ് ചെയ്തു. കുട്ടികൾ മാത്രമല്ല ഞങ്ങളും എൻജോയ് ചെയ്തു. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ എന്താ പൊങ്കാലയ്ക്ക് ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ ഏകദേശം ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. കാരണം ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജസ്റ്റ് ആ ഒരു സന്തോഷം, പിന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ പൊങ്കാലയും അതുപോലെ വേറെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.